അപ്പം ഇന്ന് നമ്മൾ സിറ്റിയിൽ കുറേ നാൾക്ക് ശേഷം വരുവാണ്. അപ്പം ഗൈസ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ 3 വണ്ടി ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം നമ്മളുടെ 3 വണ്ടി എടുത്തുകൊണ്ട് പോകും, 3 അല്ല 4 അങ്ങാണ്ട് കാണാൻ. എൻ്റെ ബൈക്കും ഇവിടെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്യാരേജിലൊക്കെ പോവാം. ഇടിച്ച ആളിനെ വെടിവെച്ച ആളിനെ ഒന്നും നമുക്ക് സീനില്ല. എന്താ അടിച്ചതെന്ന് പറഞ്ഞാൽ പോലീസല്ല, കള്ളന്മാരൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലോട്ട് എത്തി. നമ്മുടെ ഗ്യാരേജിൽ എൻ്റെ 2 വണ്ടിയേ ഉള്ളൂ. ഈ 2 വണ്ടി ഞാൻ കളയാം, എനിക്ക് ഈ വണ്ടി വേണ്ട. എന്നിട്ട് മാറിക്കുക, എല്ലാവരും അങ്ങ് റോഡിൽ നിൽക്കുക. ഇപ്പം ഗൈസ് അതൊന്നുമില്ല. ഇന്ന് എൻ്റെ ഞാൻ ഒരാളിനെ അങ്ങ് റിവൈവ് ചെയ്ത്, കാരണം ഒരാൾക്ക് വയ്യാതിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വന്ന് തടിച്ച്, അപ്പോൾ എൻ്റെ നോക്ക് ഡൗൺ ആക്കി. അപ്പോൾ ഗൈസ് എൻ്റെ മെക്ലാറൊക്കെ നമുക്ക് എടുത്തിട്ട് പോവാം. എൻ്റെ ഒരു മെക്ലാറൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വേണ്ടായിരുന്നു. എന്തിനാ വലിയ 2 മെക്ലാറനൊക്കെ. അതുകൊണ്ടായിരുന്നു ഗൈസ് എനിക്കിന്ന് ഒരു മൂഡ് ഓഫ് ഇല്ലേന്ന്. എൻ്റെ തൊണ്ടയ്ക്കാണെങ്കിലേ നല്ലപോലെ സംസാരിക്കാനില്ലയോ. അത് ഇങ്ങനൊക്കെ കാണിക്കും ഗൈസ്. അത് എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഫോണിൽ ഒരു പരസ്യം വന്നതിന്. ഞാൻ വിചാരിച്ചാന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞു, എന്തോ ഒരു നമ്മുടെ മ്യൂസിക് ആയിരിക്കും. അല്ല, ഇതെന്തുവാ ഫോണിൽ വന്ന മെസ്സേജാണ് ഗൈസ്. ഗൈസ് ഇങ്ങനെ നമ്മളുടെ റോൾസ് റോയ്സ് അല്ല, പേര് ഞാൻ മറന്നുപോയി. ഈ വണ്ടി എനിക്ക് വേണ്ട. ഈ വണ്ടി എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു അവിടെ, അത് എടുക്കാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മെക്ലാരൻ്റെ അത്രയ്ക്കും സ്പീഡൊന്നും വരത്തില്ല. എൻ്റെ ഫോണിലാണ് ഇടിച്ച് അങ്ങ് എടുത്തേ ഉള്ളൂ. പിന്നീട് അവിടെ നിന്നിട്ട് കറങ്ങിയിട്ട് എൻ്റെ പേരൊന്ന് പറയല്, അതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ ഈ വണ്ടി എടുക്കണോ? അല്ല, ആ വണ്ടിയുടെ ഈ വണ്ടിയാ. പെട്ടെന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഈ വണ്ടി ഇരിക്കുന്ന കാണാം. ഒരൊറ്റ എന്താ എൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മളുടെ ബൈക്കില്ലയോ, അത് എത്ര നാളെ എൻ്റെ സ്വിമ്മിങ് പൂൾ
ഇതിലോട്ടൊക്കെ പോയിട്ട് നമുക്കിനി നമ്മളുടെ ബൈക്കിൽ, അതായത് എൻ്റെ കയ്യിലുണ്ട്. വാ, എല്ലാം നമുക്ക് ഒന്നിച്ച് ചെയ്യണപ്പം ഇന്ന് ഞാൻ എല്ലാത്തിനും കൊള്ളി വന്നേക്കുന്ന ഒരാൾ എൻ്റെ കൊല്ലാൻ എല്ലാ കഴിച്ചു. ബൈക്ക് ഇവിടെ എങ്ങാണ്ട് വെച്ച ഇവിടെ ഇരിക്കുക. ഈ എൻ്റെ വണ്ടി ഇരുത്തോണ്ട ഗോസ്റ്റ് റൈഡർ കാറൊക്കെ ഇങ്ങനെ ആക്കി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലില്ല. ഇതിൻ്റെ കളറില്ലയോ, ഇതിൻ്റെ കൂടെ ഒരു കളറും കൂടെ നടിച്ചതാ. ഞാൻ ചാടാനൊക്കെ ഒരു പറ്റും. വണ്ടിക്കുള്ള എങ്ങനെ അങ്ങോട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പോടാ മെക്കാറനെ. ഇത് പേരൊക്കെ എല്ലാം മാറ്റിയിട്ട് ഇപ്പോഴേ ഗൈസ് എന്തുവിന് ഈ പേരതിന് ഗൈസ് വെച്ചേക്കുന്ന എന്തുവിന് എന്തുവിന് ഫയർ ബൈക്ക്. അപ്പം ഗൈസ് നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുക. ആരോ അങ്ങാണ്ട് വീട്ടിൽ വന്നതിന് എൻ്റെ എല്ലാം ഏതോ ഒരുത്തൻ്റെ. അപ്പം ഞാൻ വീടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. എക്സ്പ്ലോർ ചെയ്തില്ല, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഹൗസ്. വേറും എനിക്ക് ഇവിടത്തെ ഉള്ള എല്ലാ കാറും ഉണ്ട്. പിന്നെ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഗൈസ് ഞാൻ പറഞ്ഞ് എല്ലാം വാങ്ങിച്ച് കൂടാതെ ഒരു തെളിപ്പോത്തർ വാങ്ങിച്ച് കൊണ്ടുപോയി. ലൈറ്റ് മെഷീന് കൂടാതെ ഗൈസ് ഇതിങ്ങനെ അങ്ങ് വരും. ഈശ്വര, വന്നേക്കുന്നു. അത് നമ്മളിന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്ലാരനൊക്കെ എടുത്തിട്ടേ വേറെ ശരി. എൻ്റെ ഈ മെക്ലാരൻ കൊണ്ട് പൂളിലോട്ട് അങ്ങോട്ട് മാറി നിൽക്കുക ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഗൈസ് നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആക്കുവാണ്. അപ്പോൾ ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ആരും കയറിയിട്ടില്ല, ഒന്നും ആക്കണ്ട. അപ്പോൾ ഗൈസ് എൻ്റെ ഈ ബൈക്ക്